പാറക്കുട്ടി പറഞ്ഞു മാമ പപ്പീനെ കൊണ്ട് നമുക്ക് ടൂർ പോകാമെന്ന്. ഞാൻ പറഞ്ഞു പാറക്കുട്ടി മാമൻ്റെ പൈസ ഇല്ലടി. അപ്പോഴത്തേനും കൊച്ചാണ്ടേ പൈസക്കാണ് വിഷമം. ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കുറച്ച് നോട്ടുകെട്ടുകളും ചോദിച്ച് വാങ്ങിച്ചോണ്ട് വന്നേക്കുവാ. അതെ, ഒരു ടൂറും നടത്തി ഐസ്ക്രീമും വാങ്ങിച്ച് വണ്ടിക്ക് ഡീസൽ അടിക്കാനുള്ള പൈസ ഉണ്ടെന്നാണ് പാറക്കുട്ടി പറയുന്നത്. പ്ലാൻ കേട്ടോ കേട്ടോ. പാർക്കിൽ പോയിട്ട് ഐസ്ക്രീം തിന്നണം. പാർക്കിൽ ഐസ്ക്രീം ഉണ്ട്. പിന്നെ എനിക്ക് സ്റ്റവർ ഐസ്ക്രീം മതി. ഇങ്ങനെ ഒരു കമ്പൊക്കെ വെച്ച അവിടെ അതിന്റെ മുകളിൽ വേറെ ഐസ്ക്രീം ഇല്ല. ഇവിടെ കമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് കൊച്ചു കഷ്ടപ്പെട്ട പൈസ ഒക്കെ ആയിട്ട് വന്നെങ്കിലും അന്ന് ഞാൻ ടൂർ കൊണ്ടുപോയില്ല കൈസ്. മാമന് ചോക്ലേറ്റ്. പിള്ളേരെന്നേലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് നടത്തി കൊടുത്തോണം, അല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. റിവെഞ്ച് എന്നോണം സ്കൂളിൽ കൂട്ടാൻ ചെല്ലുമ്പോഴൊക്കെ പാറു ഇപ്പം അവിടുത്തെ പാർക്കിലെ ടോയ്സ് കയറിയിരുന്ന് ആടി കാണിച്ചിട്ട് വണ്ടിയിൽ കയറത്തുള്ളൂ കേട്ടോ. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഐസ്ക്രീം വാങ്ങിച്ച് കൊടുത്തിട്ട് തന്നെ മമ്മിയെ കൊണ്ട് വാങ്ങിപ്പിക്കാം. എത്ര ദിവസമായി പാറിനെ കണ്ടിട്ട്? എന്താ മുട്ടാക്കടലാസാണോ? ഇത് ഐലാവി പോട്ടൊക്കെയാണ് തൊട്ടേക്കുന്നത്. നാളെ തൊട്ട് കൊച്ചിന്റെ ക്ലാസ്സിൽ ദേഷ്യത്തോടെ വരണോ? ഇത്ര ദേഷ്യം വാങ്ങിച്ചാൽ മതിയോ? പിന്നെ കണ്ണോ അങ്ങനെ കാണിച്ചാൽ മതിയോ? പിള്ളേർ പേടിക്കോ? അയ്യോ ഞുള്ളൊന്നും കൊടുക്കാൻ പറ്റില്ല. ഞുള്ളി കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടോ? നോക്കി പഠിപ്പിച്ചാൽ മതിയോ? അമ്മ ഐസ്ക്രീം കൊണ്ട് വന്നില്ല. ക്ലാസ്സിൽ പാറിനോട് കൂട്ടുകൂടാത്ത പിള്ളേർക്കും വഴക്കൂടുന്ന പിള്ളേർക്കും മാമന് കൊട്ടേഷൻ തരുന്ന കേട്ടോ. നോക്കി പഠിപ്പിക്കണോ നാളെ വന്ന്. ഐസ്ക്രീം ചോദിച്ച ഐസ്ക്രീം അവിടെ ഇല്ല.